examiner family. അപ്പോൾ നമ്മുടെ +2 എക്സാംസ് റിസൾട്ടുകളെല്ലാം വന്നു. ഒരുപാട് പേർക്ക് നല്ല മാർക്കുകളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് മക്കൾ നമ്മുടെ സേ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. അതേപോലെ തന്നെ ചില വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള തീയതികളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിരുന്നു. അത് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ എക്സാംസിൻ്റെ ടൈം ടേബിൾ റിലീസ് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ച് ആ ടൈം ടേബിൾ ഏതൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ എക്സാംസ് ആണ് നടക്കുന്നതെന്ന് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ HSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. ദാറ്റ് ഈസ് DHSC Kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ +2 എക്സാമിനേഷൻ്റെ താഴെ +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ 2024 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു PDF ആണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ആ PDFൻ്റെ ഏറ്റവും അവസാനമായിട്ട്, അതായത് നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ഫോർ ദ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം 12-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാംസ് തുടങ്ങുന്നത്. അതായത് ജൂൺ 12-നാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെനസ്ഡേ ഫോർനൂൺ നിങ്ങൾക്കുള്ള എക്സാം എന്ന് പറയുന്നത് പാർട്ട് 2 ലാംഗ്വേജസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എക്സാമാണ് ഫോർനൂൺ നടക്കുന്നത്. അതേപോലെ തന്നെ അതിന് വൈകുന്നേരം, അതായത് 12/6/2024 ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടാവും സയൻസുകാർക്ക്. അല്ലാത്തവർക്ക് ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് 12-ാം തീയതി ആഫ്റ്റർനൂൺ ഉള്ളത്. ദെൻ 13-ാം തീയതി തേഴ്സ്ഡേ ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് ഫോർനൂൺ ഉള്ളത്. ആൻഡ് ആഫ്റ്റർനൂൺ നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി ആൻഡ് അക്കൗണ്ടൻസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സേ എക്സാംസ് ആണ് നടക്കുന്നത്. ദെൻ 14-ാം തീയതി ഫോർനൂൺ നോക്കുകയാണെങ്കിൽ മാത്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സാൻസ്ക്രിറ്റ്, അതുപോലെ തന്നെ സൈക്കോളജിയാണ് എക്സാം ഉള്ളത്. ആൻഡ് അന്നേ ദിവസം ആഫ്റ്റർനൂൺ, ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാംസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഏതാണ് ദിവസം എക്സാം വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. ദെൻ ഫോർനൂൺ 19-ാം തീയതി, പിന്നെ നിങ്ങൾക്ക് 19-ാം തീയതി വെനസ്ഡേ ആണ് എക്സാം ഉള്ളത്. അപ്പോൾ കുറച്ച് ദിവസം പഠിക്കാനുണ്ട്. 19-ാം തീയതി ഫോർനൂൺ ഫിസിക്സ്, സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജീൻ്റെ എക്സാമാണ് വരുന്നത്. അന്നേ ദിവസം ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെയും ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെയും എക്സാം വരുന്നുണ്ട്. ദെൻ 20-ാം തീയതി ഫോർനൂൺ തേഴ്സ്ഡേ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇത്രയും സബ്ജക്ട്സിൻ്റെ എക്സാംസ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇനി ആർട്സ് സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ എക്സാംസുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഇതിൽ എൻ്റെ കുട്ടികൾ ഏതൊക്കെ എക്സാമിനാണ് കൊടുത്തിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്ട്സിനാണ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സേ എക്സാമിന് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും എപ്പോഴാണ് എക്സാം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ അതിന് വേണ്ടി നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ചാൻസ് ആരും മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സേ എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.